ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കൃഷി കൺമണിയെ കാണാനായിട്ട് കൺമണിയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കൺമണി പറയാണ്, എൻ്റെ വെളിച്ചം എന്നേക്കും ആയിട്ട് അവസാനിച്ചു സാർ. സാർ ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം, ഇനി എന്നെ കാണാൻ വരരുത്, നമുക്ക് ഇവിടെ വെച്ച് പിരിയാം എന്നൊക്കെ പറയുമ്പോൾ കൃഷിന് മറിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല. കൺമണി കരഞ്ഞുകൊണ്ടാണ് കൃഷിനോട് ഇതെല്ലാം പറയുന്നത്. കൃഷും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് കൃഷ് ഒന്നും മറിച്ച് പറയാതെ കൺമണിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എന്നാൽ കൃഷ് ഇറങ്ങി പോകുന്ന സമയത്ത് ഇതെല്ലാം പുറത്തു നിന്ന് കേട്ടുകൊണ്ട് ശ്രീനിവാസൻ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. കൃഷ് ശ്രീനിവാസനെ കാണുമ്പോൾ ഒന്നും മിണ്ടാതെ പോവാൻ നിൽക്കുമ്പോൾ ശ്രീനിവാസൻ കൃഷിനെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് കൃഷിനോട് പറയുകയാണ്, എൻ്റെ മോളെ പോലെ വേറൊരു ഭാഗ്യമില്ലാത്ത പെണ്ണ് ഈ ലോകത്ത് ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഇപ്പോൾ മനസ്സിലായി അത് സത്യമാണെന്ന്. എൻ്റെ മോളെ പോലെ വേറൊരു ഭാഗ്യം കെട്ട പെൺകുട്ടി ഈ ലോകത്തുണ്ടാവില്ല. സാറിനെ പോലെ ഒരാളുടെ സ്നേഹം കിട്ടുന്നതിന് പകരം വേറെ ഒന്നും എൻ്റെ മോൾക്ക് കിട്ടാനില്ല. എന്നാൽ അതെല്ലാം അവൾ മാറ്റിവെക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. നാളെ രാവിലെ പൂവും പട്ടുമൊക്കെ ആയിട്ട് അവള് അണിഞ്ഞൊരുങ്ങി വരുന്നത് അതുമായിട്ടല്ല, ബലിയാടാകാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ കൈകൂപ്പി കൃഷ്ണനോട് വീണ്ടും പറയാണ്, അവളെ രക്ഷിക്കണം സാർ, അവളെ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് കൂട്ടി കൊണ്ടുപോകണം. ഞാൻ സാറിൻ്റെ കാല് വേണമെങ്കിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ കൃഷിൻ്റെ കാല് പിടിക്കാൻ പോവുകയാണ്. എന്നാൽ കൃഷി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ശ്രീനിവാസനെ പെട്ടെന്ന് തന്നെ കാല് പിടിക്കാൻ പോകുമ്പോൾ തടയുന്നുണ്ട്. എന്നിട്ട് ശ്രീനിവാസനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്കിൾ ഇത്രയും കേട്ടാൽ മതി, എനിക്ക് ഇനി വേറെ ഒന്നും പറയണ്ട. എൻ്റെ പെണ്ണാണ് കൺമണി, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസനെ ആശ്വസിപ്പിച്ച് ഉറച്ച തീരുമാനമെടുക്കുകയാണ് കൃഷ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ വരുൺ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുണിന്റെ അമ്മാവൻ വരുണിനോട് പറയാണ്, എടാ വരുണെ, സമയമാവാൻ പോകുന്നു, വേഗം വായോ. പിന്നെ ഞാൻ വീണ്ടും ചോദിക്കാണ്, ഇങ്ങനെയൊരു കല്യാണം തന്നെ നിനക്ക് ഇപ്പൊ വേണോ? എനിക്കെന്തോ എല്ലാം കൂടി വലിയൊരു പന്തിയായി തോന്നുന്നില്ല. ഈ കല്യാണം നമുക്ക് വേണ്ടെന്ന് വെക്കാമെന്ന് പറയുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുകയാണ്, എന്തായാലും ഇവന്റെ മനസ്സിൽ ആ പെൺകുട്ടി കേറിപ്പോയില്ലേ, ഇവന്റെ വാശിയല്ലേ നമുക്ക് നല്ലത്, അതങ്ങോട്ട് നടത്തി കൊടുക്കാം എന്ന് പറയുമ്പോൾ അമ്മാവൻ പറയാണ്, നോക്ക് ശരത്തെ, ഇത് കളിപ്പാട്ടം വാങ്ങുന്നത് പോലെയല്ല, ഇതൊരു ജീവിതമാണ്. ആ പെണ്ണിനെ ഇവനെ അങ്ങോട്ട് ഇഷ്ടമല്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്ന് അമ്മാവൻ പറയുമ്പോൾ വരുണിന് ദേഷ്യം വരികയാണ്. വരുൺ അപ്പോൾ അമ്മാവനോട് പറയാണ്, ആരാ പറഞ്ഞത് കൺമണിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്? കൺമണിക്ക് എന്നെ മുടിഞ്ഞ ഇഷ്ടമാണ്, അവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മാവൻ അതിലൊന്ന് ഇടപെടണ്ട. അമ്മാവൻ ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തി തന്നാൽ മാത്രം മതി എന്ന് വരുൺ പറയുമ്പോൾ അമ്മാവൻ പറയാണ്, അപ്പോൾ ഞാനൊരു ഷോയ്ക്ക് വേണ്ടി മാത്രം ആണല്ലേ എന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, അതെ എന്ന്. അതിനുശേഷം അമ്മാവൻ പറയുന്നുണ്ട്, വരന്റെ വീട്ടിൽ നിന്ന് ആകെ 3 പേരാണ് കല്യാണത്തിന് പങ്കെടുക്കുന്നത്, വരന്റെ അമ്മ വരെ ഇതില് പങ്കെടുക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് അമ്മാവൻ പറയുമ്പോൾ വരുൺ പറയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ മനോജേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അമ്മ വരാത്തത് വീട്ടിൽ കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് വരാത്തത് എന്ന് പറയുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുകയാണ്, മതി മതി, നിങ്ങളൊന്ന് നിർത്ത്. എടാ വരുണെ, നീ വേഗം തൊഴുതിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വരുണിന്റെ അച്ഛൻ അമ്മാവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. വരുൺ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന സമയത്ത് വരുണിന്റെ കാലിൽ ഒരു ആണി കുത്തിക്കേറുകയാണ്. വരുണിന്റെ അച്ഛൻ അപ്പോൾ തന്നെ വരുണ് അലർന്ന് കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വേഗം ആ ആണി ഊരിയെടുക്കുകയാണ് കാലിൽ നിന്നും. വരുണിന്റെ അമ്മാവൻ പറയാണ്, ഹോ, ഇതിന്റെ കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പൂർണ്ണമായി എന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, എൻ്റെ അമ്മാവ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നു. വീണ്ടും അമ്മാവൻ വരുണിനോട് പറയാണ്, എടാ വരുണെ, രക്തം കാണുന്നത് അശുഭ ലക്ഷണമാണെന്ന് പറയുന്നത്, ഇതെല്ലാം ഒന്നുകൂടി ആലോചിച്ചിട്ട് കല്യാണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, രക്തം നല്ല ലക്ഷണമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വരുണിന്റെ അച്ഛനും വരുണിനെ സപ്പോർട്ട് ചെയ്യാണ്. അമ്മാവൻ വരുണിന്റെ അച്ഛനോട് പറയാണ്, ഇങ്ങനെ എല്ലാം മോൻ പറയുന്നത് കേട്ടിട്ടാണ് ഇപ്പോൾ നിനക്ക് ഈ ഗതി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വരുണിന് ദേഷ്യം വന്നിട്ട് വരുൺ വീണ്ടും അമ്മാവനോട് പറയാണ്, അമ്മാവ നിങ്ങൾ വെറുതെ എൻ്റെ കൺട്രോൾ കളയരുത്, ഈ കല്യാണത്തിന് എന്താണ് ഒരു പ്രശ്നം? പിന്നെ എൻ്റെ യഥാർത്ഥ കല്യാണമാണോ ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല, അമ്മാവൻ ഇനി ഒരു വരവ് കൂടി വരേണ്ടി വരും എന്ന് വരുൺ പറയാണ്. അപ്പം അമ്മാവൻ ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ ഈ പെണ്ണിനെ കല്യാണം കഴിച്ച് നീ ഉപേക്ഷിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ
വരുൺ പറയാണ്, ഞാൻ ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല, അമ്മാവനിപ്പോൾ എന്തായാലും ഈ കല്യാണം മുന്നിൽ നിന്നുകൊണ്ട് നടത്തി തരണം, ബാക്കിയെല്ലാം പിന്നെ സംസാരിക്കാം എന്ന് പറയാണ്. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ വരുണിനോട് പറയുന്നുണ്ട്, എടാ വരുണെ നീയൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മാവൻ പറയാണ്, എന്തായാലും പെണ്ണ് കാണാൻ പോയപ്പോൾ എൻ്റെ തലയിൽ പല്ല് വീണു, ഇപ്പോൾ ഇതാ വിവാഹത്തിന് പോകുമ്പോൾ നിൻ്റെ കാലിൽ ആണിയും കയറി, ഒന്നും അങ്ങോട്ട് വെടിപ്പാവുന്നില്ലടാ മോനെ, ഇനിയൊക്കെ എന്താ നടക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയാം എന്ന് പറഞ്ഞിട്ട് അവർ അമ്പലത്തിൽ നിന്നും പോവുകയാണ്. അതിനുശേഷം കൺമണിയെ കാണിക്കുന്നുണ്ട്. കൺമണി സാരിയും ഗോൾഡുമൊക്കെ ഇട്ട് നല്ല ഭംഗിയോടെ അണിഞ്ഞൊരുങ്ങി ഇരിക്കുകയാണ്. എന്നാൽ കൺമണിയുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ല, ആകെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കൺമണിയുടെ റൂമിൽ ധനലക്ഷ്മിയുമുണ്ട്. ധനലക്ഷ്മി കൺമണിയുടെ സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മായിമാർ വരുന്നത്. അമ്മായിമാർ വന്ന് കൺമണിയോട് സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, ഇത് എന്തൊരു ഭംഗിയാണ് കൺമണി, നിന്നെ കാണാൻ മുകളിലുള്ള ചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്നതുപോലെയുണ്ട്, എന്തായാലും വരുണിന് ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത് എന്ന് അമ്മായിമാർ പറയുമ്പോൾ ധനലക്ഷ്മി വന്നിട്ട് അമ്മായിമാരോട് പറയാണ്, പിന്നെ വരുൺ എന്താ മോശമാണോ എന്ന് പറയുമ്പോൾ അമ്മായിമാർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ആ കൊച്ചിൻ്റെ കഴുത്തിലൊരു സംഭവമുണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ ചിരി വരും, ഇതന്നെ വലിയൊരു ഐശ്വര്യമാണ്. പിന്നെ കൺമണി നിങ്ങൾ എങ്ങോട്ടാ ഹണിമൂണ് പോകുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മായിമാർ തന്നെ പറയുന്നുണ്ട്, കുളുമണാലി അല്ലേ, ഞങ്ങൾക്കറിയാം, അപ്പോൾ കൺമണിയുടെ പേര് തന്നെ മാറുമല്ലോ, കൺമണി വരുൺ എന്നാവില്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മായിമാര് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ധനലക്ഷ്മി പറയാണ് കൺമണിയോട്, എൻ്റെ ഭാഗ്യമാണ് കൺമണി ആ കൃഷി ഒഴിഞ്ഞു പോയത്, വലിയ പണക്കാർക്കൊക്കെ പ്രധാനം പണം തന്നെയാണ് എന്ന് പറയുമ്പോൾ അമ്മായിമാര് പറയാണ്, ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതാണ് നല്ലതെന്ന് വിചാരിച്ചാൽ മതി കൺമണി എന്ന് പറയാണ്. അപ്പോൾ ധനലക്ഷ്മി അത് ഏറ്റു പറയാണ്, അതാണ് ശരി, നീ വരുണിനെയാണ് ആഗ്രഹിച്ചത് എന്ന് അങ്ങോട്ട് ചിന്തിച്ചാൽ മതി എന്ന് പറയാണ്. ഇതെല്ലാം കേൾക്കുന്ന കൺമണി ആകെ സങ്കടപ്പെട്ട് കരയാണ്. അപ്പം അമ്മായിമാര് ചോദിക്കുന്നുണ്ട്, നീ എന്താ കൺമണി കരയാണോ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയാണ്, കരയണം, പക്ഷെ അത് ഇപ്പോഴല്ല, വരുൺ നിന്നെ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്താണ് കരയേണ്ടത്, കരച്ചിൽ വന്നില്ലെങ്കിലും നീ കരഞ്ഞ് അഭിനയിക്കണം എന്ന് പറയാണ്. കൺമണിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് അത്ര ഇഷ്ടമാവുന്നില്ല. അപ്പോഴേക്കും ധനലക്ഷ്മി കൺമണിയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് കൺമണിയോട് പറയാണ്, കല്യാണം കഴിഞ്ഞു പോകുന്ന സമയത്ത് ഈ സ്വർണമെല്ലാം എൻ്റെ അടുത്ത് അഴിച്ചു തരണം, മറക്കരുത് കേട്ടോ എന്ന് പറയാണ്. അപ്പം അമ്മായിമാർ പറയാണ്, ഇവൾക്കറിയില്ലല്ലോ ആ 101 പവൻ നമുക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ധനലക്ഷ്മി വളരെ ഉത്സാഹത്തോടെ, അയ്യോ വരനും കൂട്ടരും എത്തി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഓടി പോവുകയാണ്. അപ്പോൾ അമ്മായിമാർ പറയാണ്, നമുക്ക് ഈ ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് നീങ്ങാം, വരുണാണെങ്കിൽ വരുൺ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ശ്രീനിവാസൻ കൺമണിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കൺമണിയോട് ശ്രീനിവാസൻ പറയുകയാണ്, മോളെ ഒരു അപേക്ഷയായിട്ടാണ് ഈ അച്ഛൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്, അച്ഛൻ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ഈ കല്യാണം ഒരിക്കൽ നടക്കാൻ പാടില്ല, നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടത് വരുണല്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞ് കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ്. കൺമണി അപ്പോൾ ശ്രീനിവാസനെ നോക്കിയിട്ട്, എന്താ അച്ഛ ഈ പറയുന്നത് എന്ന് ചോദിച്ച് അങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും വരുണും കൂട്ടുകാരും എത്തുമ്പോൾ മനോജ് പോയിട്ട് വരുണിനെ സ്വീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. വരുൺ നടക്കുമ്പോൾ പെട്ടെന്ന് കാലിൽ ആണി കയറിയത് വേദനിച്ചിട്ട് നടക്കാൻ പറ്റാതെ വരികയാണ്. അപ്പം മനോജ് ചോദിക്കുന്നുണ്ട്, എന്താ വരുൺ, എന്താ കാലിൽ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുകയാണ്, ലക്ഷണക്കേടാണ്, അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ഇവൻ്റെ കാലിൽ ഒരു ആണി കയറി എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ്. എന്നിട്ട് പറയാണ്, ഒരു കണക്കിൽ അത് നന്നായി, വലുതെന്തോ വരേണ്ടത് ഒരു ആണിയിൽ അങ്ങ് തീർന്നല്ലോ എന്ന് സമാധാനിച്ചാൽ മതി എന്ന് പറയുകയാണ്. എന്നിട്ട് ധനലക്ഷ്മി വരുണിനോട് സ്വകാര്യത്തിൽ പറയാണ്, വരുണെ നീ പറഞ്ഞതുപോലെയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നിന്റെ കല്യാണമാണ്, നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വരുണിന് നല്ല സന്തോഷമാവുന്നുണ്ട്. അതേ ഏട്ടത്തി ഹാപ്പിയാണ് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അമ്മായിമാർ വരികയാണ്. എന്നിട്ട് വരുൺ മോനെ എന്ന് വിളിക്കുമ്പോൾ വരുൺ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അമ്മായിമാർ വരുണിനോട് പറയാണ്, കൺമണി ഒരിക്കൽ നല്ല കുട്ടപ്പി ആക്കിയിട്ടുണ്ട്, പിന്നെ ആ 101 പവൻ്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ, അത് നീ മറക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ വരുൺ തലയാട്ടിയിട്ട് ഇല്ല ഞാൻ മറക്കില്ല എന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കല്യാണപ്പന്തലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ധനലക്ഷ്മി അമ്മായിമാരോട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ വരുണിനോടൊരു സ്വകാര്യം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അമ്മായിമാർ പറയാണ്, വരുണിനെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട് എന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ഗോകുല് സങ്കടപ്പെട്ടു
കേട്ടുകൊണ്ട് വരുന്നുണ്ട്. വരുണാണെങ്കിൽ വത്സല മേഡത്തോട് പോയി ചോദിക്കുകയാണ്, അനിരുദ്ധ് സാർ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വത്സല മേഡം പറയാണ്, അനിരുദ്ധ് സാർ ഇപ്പോൾ എത്തും, ഓൺ ദ വേ ആണെന്ന് പറയുന്നു. ഇതെല്ലാം കാണുന്ന വരുണിൻ്റെ അച്ഛൻ വരുണിനോട് പോയി ചോദിക്കുകയാണ്, നീ എന്തിനാ CIA അന്വേഷിക്കുന്നത്, നിനക്കെന്താ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയാണ്, എനിക്കെന്തിനാ പേടി അച്ഛാ, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ വരുണിൻ്റെ അമ്മാവൻ വന്നിട്ട് വരുണിനോട് പറയാണ്, ഇതൊരു കല്യാണ വീടാണെന്ന് എഴുതി വെക്കണം, ഒരു കല്യാണ വീടാണെന്ന് ഒട്ടും തോന്നിക്കുന്നില്ല പറഞ്ഞുകൊണ്ട് വരുണിൻ്റെ അമ്മാവൻ മനോജിനോട് ചോദിക്കാണ്, രജിസ്ട്രാർ വന്നോ എന്ന്. അപ്പോൾ മനോജ് രജിസ്ട്രാറിനെ കാണിച്ചു കൊടുത്തിട്ട് ഇതാ ഇവരാണ് രജിസ്ട്രാർ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ വരുണിൻ്റെ അമ്മാവൻ പറയാണ്, ഇതുപോലെ ഒരു കല്യാണം ഞാൻ ഇതിനു മുന്നേ നടത്തിയിട്ടില്ല, ആളും പേരുമില്ലാത്ത ഒരു അട്ടപ്പാടി കല്യാണം പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ വരുണിൻ്റെ അമ്മാവനെ വിളിച്ചു കൊണ്ടുപോയിട്ട് മാറ്റി നിർത്തി പറയാണ്, അമ്മാവനൊന്നും മിണ്ടാതിരിക്കെ, ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പറയുന്നു. അപ്പം അമ്മാവൻ വരുണിനോട് പറയാണ്, എടാ സമയമായി, നീ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ എന്ന് പറയുമ്പോൾ അമ്മായിമാര് പരസ്പരം സംസാരിക്കുകയാണ്, നമുക്ക് വിളക്കും താലും എടുത്തിട്ട് വരാം, വരുണിനെ സുഖിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഉള്ളിലേക്ക് പോവുകയാണ്. ധനലക്ഷ്മിക്കാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം മനോജ് ധനലക്ഷ്മിയോട് പോയി പറയാണ്, ലക്ഷ്മി നീ പോയിട്ട് കൺമണിയെ വിളിച്ചിട്ട് വാ, സമയമായി എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി കൺമണിയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് വരുണിൻ്റെ അച്ഛൻ വരുണിനോട് ചോദിക്കുന്നുണ്ട്, എടാ എവിടെ താലി എവിടെ എന്ന് ചോദിക്കുമ്പോൾ വരുണ് താലി എടുത്തിട്ട് വരുണിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് വരുണിൻ്റെ അച്ഛനോട് പറയുകയാണ്, കല്യാണത്തിന് മുന്നേ ഞാൻ കൺമണിയുടെ നെഞ്ചിലൊരു ബോംബ് പൊട്ടിക്കുമെന്ന് പറയുമ്പോൾ വരുണിൻ്റെ അച്ഛൻ എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറയാണ്, ഒന്ന് അച്ഛൻ ക്ഷമിക്കേ, അതൊക്കെ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അറിയാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വരുൺ മനസ്സിൽ സ്വയം ചിന്തിക്കുകയാണ്, എടി കൺമണി, എൻ്റെ താലി നിന്റെ കഴുത്തിൽ കെട്ടുന്നതിന് മുന്നേ കൃഷി കെട്ടിയ താലി നിന്നെ കൊണ്ട് തന്നെ ഞാൻ അഴിപ്പിക്കും, നിന്റെ അച്ഛൻ്റെ ജീവൻ കെട്ടുപോവാതെ നോക്കിക്കോ, എന്തായാലും ഞാൻ ആ താലി അഴിപ്പിക്കുമെന്ന് വരുൺ മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം ധനലക്ഷ്മിയും അമ്മായിമാരും എല്ലാവരും കൂടിയിട്ട് വിളക്കും താലൊക്കെ ആയിട്ട് കൺമണിയുടെ റൂമിൽ പോയിട്ട് കൺമണിയെ മുട്ടി വിളിക്കുന്നുണ്ട്. എന്നാൽ കൺമണി വാതിൽ തുറക്കുന്നില്ല. അമ്മായിമാരും ധനലക്ഷ്മിയും കുറേ കൺമണി വാതിൽ തുറക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൺമണി വാതിൽ തുറക്കാതെ വരുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കുട്ടി എന്തോ അബദ്ധം ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ധനലക്ഷ്മി, വരുൺ മോനെ കൺമണി വാതിൽ തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ മനോജും ഗോകുലും അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ്. പിന്നാലെ തന്നെ വരുണിൻ്റെ അച്ഛനും പോവാൻ നിൽക്കുമ്പോൾ വരുൺ പെട്ടെന്ന് വീഴുകയാണ്. അപ്പോൾ വരുൺ പോലീസ് മേഡത്തോട് പറയുന്നുണ്ട്, ആ അനിരുദ്ധ് സാറിനെ നിങ്ങളൊന്ന് വേഗം വിളിക്കുക എന്ന് പറയുന്നു. എല്ലാവരും കൺമണിയുടെ റൂമിൻ്റെ വാതിൽ തട്ടി വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൺമണിയുടെ റൂം തുറക്കുകയാണ്. കൺമണിയുടെ റൂമിൽ കൺമണിയും ശ്രീനിവാസനും കൃഷിയുമായിരിക്കും നിൽക്കുന്നത്. എല്ലാവരും കൃഷിനെ കണ്ട് ഞെട്ടുന്നുണ്ട്. ലക്ഷ്മി അപ്പം തന്നെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, വരുൺ മോനെ ഇതാ കൃഷി വന്നിരിക്കുന്നു, അനിരുദ്ധ് സാറിനെ വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മായിമാർ പറയാണ്, നമുക്കിനി കൃഷി സാറിൻ്റെയും കൺമണിയുടെയും കൂടെ നിൽക്കാം, വായു എന്ന് പറഞ്ഞിട്ട് കൃഷിനെയും കൺമണിയെയും വിളിച്ചുകൊണ്ട് അമ്മായിമാര് വിളക്കും താലവുമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. കൃഷി കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കൺമണി വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ധനലക്ഷ്മിക്ക് അപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. കൺമണിയും കൃഷിയും വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അമ്മായിമാര് വിളക്കും പിടിച്ച് താലത്തിലുള്ള പൂക്കളെല്ലാം എടുത്തിട്ട് അവരുടെ മേലേക്ക് എറിയാണ്. വരുണിന്റെ മുന്നിൽ പോയിട്ട് കൺമണിയും കൃഷി നിൽക്കുമ്പോൾ വരുണിന് ദേഷ്യം വന്നിട്ട് വരുൺ പറയാണ്, ഡാ നീ വീട് പൊളിച്ച് അകത്ത് കയറി കൺമണിയെ തട്ടിയെടുത്തല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരുൺ വത്സല മേഡത്തെ നോക്കിക്കൊണ്ട് പറയാണ്, മേഡം ഒന്നില്ലെങ്കിൽ ഇവനെ അറസ്റ്റ് ചെയ്യണം, എങ്കിൽ പോലീസിനെ വിളിക്കുക എന്ന് പറയുമ്പോൾ വത്സല മേഡം പിന്നെ എനിക്കിപ്പോൾ അതല്ലേ പണി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം മനോജ് കൃഷിനോട് പറയാണ്, സാർ ദയവ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഒരു പവിത്രമായ ചടങ്ങ് ഇവിടെ നടക്കാൻ പോവുകയാണ്, അത് അലങ്കോലപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ കൃഷിന് ദേഷ്യം വന്ന് കൃഷി മനോജിനോട് പറയും, ഇതൊരു പവിത്രമായ ചടങ്ങാണോ, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ, നിങ്ങളൊക്കെ ഒരു ഏട്ടനാണോ, ഒരു പെണ്ണിനെ വീട്ടിൽ തടങ്കിലാക്കിയിട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണോ പവിത്രമായ ചടങ്ങ്, പെണ്ണിനെ തട്ടിയെടുക്കാനായിട്ട് പൊന്നും പണവുമെല്ലാം കൊടുത്ത് പ്രലോഭിപ്പിച്ച് നടത്തുന്നതാണോ പവിത്രമായ ചടങ്ങ്, കല്യാണം വേണ്ടെന്ന് കരഞ്ഞ് പറഞ്ഞതല്ലേ കൺമണി, എന്നിട്ടും നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ തലയിൽ അവളെ കെട്ടിവെക്കാൻ നോക്കുന്നതാണോ പവിത്രമായ ചടങ്ങ്, ഇതൊന്ന്
പവനും 10 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് അടിമക്കച്ചവടം ചെയ്യുന്നത് പോലെ സ്വന്തം അനിയത്തിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണല്ലേ നിങ്ങൾ ഈ പറഞ്ഞ പവിത്രമായ ചടങ്ങ് എന്ന് കൃഷ് മനോജിനോട് പറയാണ്. ഇതെല്ലാം കേട്ട് അവിടെയുള്ള എല്ലാവരും നിശബ്ദനായി നിൽക്കുകയാണ്. അപ്പോൾ കൃഷ് രജിസ്റ്റർ ഓഫീസറിന്റെ അടുത്ത് പോയിട്ട് പറയാണ്, സാർ ഇവിടെ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. പെൺകുട്ടിയുടെ ഇഷ്ടം നോക്കാതെ ഗൂഢാലോചന നടത്തിയിട്ടാണ് അവരിപ്പോൾ ഈ കല്യാണം നടത്താൻ പോകുന്നത്. സാർ ഇതിന് കൂട്ട് നിൽക്കരുത് എന്ന് പറയുമ്പോൾ വരുൺ കൃഷിനോട് പറയുകയാണ്, ഞാൻ ഇവളെ തട്ടിയെടുക്കാൻ വന്നതൊന്നുമല്ലടാ. പെണ്ണിന്റെ ആങ്ങളയോട് സംസാരിച്ചുറപ്പിച്ചിട്ടാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ കൃഷി പറയാണ്, കൺമണിയുടെ അച്ഛൻ തന്നെയാടാ അവളെ എനിക്ക് കൈപിടിച്ച് ഏൽപ്പിച്ചു തന്നത് എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി ശ്രീനിവാസിനെയും നോക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ട് കൃഷിനോട് വന്ന് പറയുകയാണ്, എടാ എന്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോടാ എന്ന് പറയുമ്പോൾ കൃഷി ധനലക്ഷ്മിയോട് കയർത്ത് സംസാരിക്കുകയാണ്, നിങ്ങളൊരു സ്ത്രീ തന്നെയല്ലേ, ഈ പാവം പെണ്ണിന് ഒരു മൃഗത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ പോകുന്നത്, പക്ഷെ ഒറ്റയ്ക്കല്ല, ഇതാ കൺമണിയെയും അവളുടെ അച്ഛനെയും ഞാൻ കൂടെ കൊണ്ടുപോകും എന്ന് കൃഷി പറയുമ്പോൾ വരുൺ വന്ന് പറയാണ്, അതിയട നിന്റെ പ്രസംഗം, താലികെട്ടിന് സമയമായി എന്ന് വരുൺ പറയുമ്പോൾ കൃഷി പറയുകയാണ്, നിനക്ക് ധൈര്യമുണ്ടടാ, എന്നാൽ നീ അവളെ ഒന്ന് താലി കെട്ടെ എന്ന് പറയുമ്പോൾ വരുൺ താലി എടുത്തു കൊണ്ടുവന്ന് കൺമണിയുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്ന സമയത്ത് കൃഷി കൺമണിയെയും പിടിച്ചുകൊണ്ട് വരുണിന്റെ നെഞ്ചിൽ ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ്. വരുൺ അപ്പം തന്നെ അങ്ങോട്ട് വീഴുന്നുണ്ട്. വത്സല മേഡത്തിന്റെ കൂടെയുള്ള 2 പോലീസുകാര് കൃഷിനെ തടയാൻ പോകുന്നുണ്ടെങ്കിലും വത്സല മേഡം വേണ്ടെന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു വെക്കുകയാണ്. അതിനുശേഷം കൃഷിന് ദേഷ്യമടങ്ങാതെ വീണ്ടും വരുണിനെ തല്ലി ചതയ്ക്കുന്നുണ്ട്. ഗോകുലനാണെങ്കിൽ ഇതെല്ലാം കണ്ട് വളരെ സന്തോഷമാവുന്നുണ്ട്. എല്ലാവരും കൃഷിനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും കൃഷിനെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. കൃഷി തലങ്ങും വിലങ്ങും വരുണിനെ തല്ലി ചതയ്ക്കുകയാണ്. കൈയും കാലും എല്ലാം ഒടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനിരുദ്ധ് സാർ വരികയാണ്. അനിരുദ്ധ് സാറിനെ കാണുമ്പോൾ വത്സല മേഡവും ബാക്കി 2 പോലീസുകാരും വേഗം തന്നെ പോയിട്ട് കൃഷിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അനിരുദ്ധ് സാറും കൃഷിനെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ കൃഷി അനിരുദ്ധ് സാറിനെയും അടിക്കുകയാണ്. കൃഷി അനിരുദ്ധ് സാറിനോട് പറയാണ്, നിനക്ക് ഞാൻ അന്നേ ഓങ്ങി വെച്ചതാണെടാ എന്ന് പറഞ്ഞിട്ടാണ് കൃഷി അനിരുദ്ധ് സാറിനെ തല്ലുന്നത്. അതിനുശേഷം കൃഷിനെ എല്ലാവരും പിടിച്ചു മാറ്റിയിട്ട് അനിരുദ്ധ് സാറ് കൃഷിനെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണെടാ, നീ പോലീസുകാരെ തല്ലാനായോ എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ് സാറ് കൃഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കൺമണിയും ഗോകുലും ശ്രീനിവാസനും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കൺമണി കരഞ്ഞ് സങ്കടപ്പെട്ട് ശ്രീനിവാസനെ നോക്കുമ്പോൾ ശ്രീനിവാസൻ കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.